ഗുഡ് മോർണിംഗ് സാർ. എന്താണ് അത്രയ്ക്ക് ചിരിക്കാൻ? വേറൊന്നുമില്ല, നാളെ റിലീസായി പുറത്തു പോലേ ചെറിയൊരു പാർട്ടി കൊടുക്കാന്ന് വിചാരിച്ചു. എന്ത് പാർട്ടിയാടാ? ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യണം. 14 നമ്പർ സെല്ലുണ്ടല്ലോ അണ്ണാ, അതില് ദേവലാദികളുണ്ടെന്ന് അറിയാമല്ലോ അണ്ണാ. അവർക്ക് അളിയൻ പാർട്ടി വിവരം കേട്ടോനെ എങ്ങനെങ്കിലും ഇവിടെ പോന്നു. നാളെ ഏതായാലും പോലെ സാർ, അവന്മാരെ കുറിച്ച് സാറിന് നന്നായിട്ട് അറിയാം. ആരെങ്കിലും കൊന്നുകളയും അണ്ണാ. എവിടെയാ പ്ലാൻ? അവരുടെ സെല്ലിൽ തന്നെ മൂളിയെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവൻ അകത്ത് കയറിപ്പോയിക്കോളും. അവൻ ഒറ്റയ്ക്കോ? പ്രോബ്ലം ആവില്ലേ ഇത്? പ്രോബ്ലം നമ്മുടെ ആളാ, വലിയ പ്രോബ്ലം. റൂൾസ് മോർണിംഗ് വരെ ഡോർസ് ഓപ്പൺ ചെയ്യാൻ പാടില്ലെന്നാ. അതിനു മുമ്പ് അവൻ 2 ശരി, ആയിക്കോ. അടിയാ, പക്ഷെ നിന്നെ ആരും തിരിച്ചറിയരുതെന്ന് പറഞ്ഞു. ഇരുട്ടാകുന്നതിന് മുമ്പ് അവിടെ തുടങ്ങിയിരിക്കണം. कौन है तू? എന്താടാ ഇങ്ങനെ നോക്കണ?
പുറത്തേക്ക് പോകാൻ കഴിയാന്നറിയാതെ ഞാൻ 12 വർഷമായി കാത്തിരിക്കുക. നിന്നെ പോലെ ചില അലവലാദികൾ വരുന്നു, ഞാൻ അവരെ അടിക്കുന്നു, ജയിൽ എക്സ്റ്റൻഡ് ആവുന്നു. എന്തിനാടാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? രാവിലെ സെല്ല് തുറക്കുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. എനി ടൈം എപ്പ തല്ലണം തോന്നിയാലും ഞാൻ റെഡി. എന്താടാ? കൊന്ന് പീസ് പീസാക്കി കളയടാ നിന്നൊക്കെ. എന്താടാ ഇതൊക്കെ? എന്താ പറ്റിയേ? ആരാ അടിച്ചത്? ബാത്റൂമിൽ തെന്നി വീണാ സാർ. ഇത് ഞാൻ വിശ്വസിക്കണോ? സത്യമാ സാർ, വീണതാന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ വിട്ടേക്ക് സാർ. നമസ്കാരം സാർ. അവരെന്നോട് പറഞ്ഞില്ലെന്ന് വിചാരിച്ച് സത്യം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോടാ. നീയല്ലേ അവരെ അടിച്ചത്? നീ നല്ലവനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്തിനാ നീ ഇത് ചെയ്തത്? സാർ, ഞാൻ നല്ലവനാണെന്ന് ഞാനും കരുതുന്നില്ല സാർ. മറ്റുള്ളവർക്ക് നല്ലവനാണെന്ന് തോന്നണമെങ്കിൽ അത്രയും ഇൻസിഡൻസ് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്നാൽ മോശക്കാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കില്ലല്ലോ സാർ. ഞാനത്ര വിചാരിക്കുന്നുള്ളൂ. ഇത്ര വർഷങ്ങളായിട്ട് നിന്നെ കാണുന്ന എനിക്ക് നിന്നെക്കുറിച്ച് അറിയില്ലടാ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടേക്ക് നീ വരരുതൊരിക്കലും. ഇല്ല സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.